BJP നേതൃത്വം ഏതാണെങ്കിലും ഈ പ്രതിഷേധത്തെ തള്ളിക്കൊണ്ട് ഇപ്പോൾ രംഗത്തെത്തുന്നു. അത് കൂടുതൽ പ്രകോപനം ഉണ്ടാക്കുന്നതായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം സാധാരണഗതിയിൽ ഒന്നും പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിലേക്ക് എത്തുക അത്ര പ്രായോഗികമല്ല. കാരണം ഒരു പ്രതിഷേധവും അടുത്ത കാലത്തും ഇങ്ങോട്ട് എത്തിയ ചരിത്രവുമില്ല. കാരണം കൃത്യമായി തന്നെ ബാരിക്കേഡുകൾ വെച്ചുകൊണ്ട് ഈ പ്രതിഷേധങ്ങളെ ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി ആവേശത്തോടെ മുദ്രാവാക്യം വിളിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ ആവേശത്തോടെ പ്രിയങ്ക ഗാന്ധി ആവേശം എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ മുൻനിരയിൽ നിന്നായിട്ടുള്ള പ്രതിഷേധം പോലും ആവേശം ഇപ്പോഴും കുറഞ്ഞിട്ടില്ല. തള്ളിയാലും തങ്ങൾ പിന്നോട്ടില്ല എന്ന് വ്യക്തമാക്കുന്ന രാജ്യത്തിന് പുറത്തു പോകുക എന്താണ് ഇതിൽ നിലപാട് വിദ്യാർത്ഥികളുടെ ഭാവി, യുവാക്കളുടെ ഭാവി പോലും അവകാശമില്ല എന്ന് കോൺഗ്രസ് നേതൃത്വം മുദ്രാവാക്യം വിളിച്ചു കൊടുക്കുന്ന കാഴ്ച അപൂർവ്വമാവുക. നമ്മുടെയൊക്കെ പ്രിയങ്കാന്തി പോലും സാഹചര്യം കണ്ടിട്ടില്ല. യുവാക്കൾക്കും വിദ്യാർത്ഥികൾക്കും വേണ്ടി തങ്ങൾ മുദ്രാവാക്യം വിളിക്കാനും സാധാരണ പ്രവർത്തകരെ പോലെ പ്രതിഷേധിക്കാനും തയ്യാറാണ് നേതൃകുടുംബം വ്യക്തമാക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് സംശയമില്ല. അത്രയും വലിയ മുദ്രാവാക്യങ്ങൾ, അത്രയും വലിയ ആവേശം പ്രിയങ്ക നൽകിയാണ്. പുറകിൽ നമുക്ക് കാണാൻ കഴിയും കർണാടക സതീശൻ, KP വേണുഗോപാൽ അടക്കമുള്ള ഇതിനൊപ്പം നിന്നുകൊണ്ട് മുദ്രാവാക്യം വിളിക്കുന്നു. രാഹുൽ ഗാന്ധി ഇപ്പോൾ മടങ്ങിയെത്തുന്നു. രാഹുൽ ഗാന്ധി നേരത്തെ അല്പം മുമ്പ് ഇവിടുന്ന് ഒരു പുറത്തേക്ക് പോയിട്ട് വീണ്ടും അദ്ദേഹം പ്രതിഷേധത്തിലേക്ക് മടങ്ങിയെത്തിയിരിക്കുന്നു. അത് രാഹുൽ ഗാന്ധിയും വീണ്ടും പ്രതിഷേധത്തിന്റെ ഭാഗമാകുന്നു. അതാണെങ്കിലും ഒരിക്കൽ പോലും ആവേശം കഴിയാത്ത മുദ്രാവാക്യം വിളിയും ആവേശവും പ്രവർത്തകരുടെയും നേതാക്കളുടെയും നിലപാടും ഒരു തരത്തിലും വെള്ളം ചേർക്കാൻ ഞങ്ങൾ തയ്യാറില്ല എന്ന് പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയമാകുമ്പോൾ ഏത് തരത്തിൽ പോലീസ് ഇന്ത്യയിലെ ഭരണാധികാരികൾ നേരിടുന്നത് വലിയ പ്രിയങ്ക ഗാന്ധി ആവേശത്തോടു കൂടി മുദ്രാവാക്യം വിളിച്ചു കൊടുക്കുന്ന ദൃശ്യങ്ങളടക്കം നമുക്ക് കാണാൻ കഴിയും. കേന്ദ്രത്തിന്റെ നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ടുള്ള നിസ്സംഗതയ്ക്കെതിരെയാണ് ഈ സമരം. 10-14 വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്യേണ്ടി വന്ന ദാരുണമായ സംഭവങ്ങൾ ഉണ്ടായിട്ടും ഒരൊറ്റ വാക്കുകൊണ്ട് പോലും അതിനെ അപലപിക്കാതെ പുനഃപരീക്ഷ ഗംഭീരമായി നടത്തിയല്ലോ എന്ന പരിഹാസത്തിന് വേമ്പടിയുള്ള പ്രതിരോധമാണ് കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. പ്രധാനമന്ത്രി പരമാവധി ആളുകളെ അറസ്റ്റ് ചെയ്യുകയും ഇനി ഒരിക്കലും ഈ പ്രശ്നമുണ്ടാകില്ല എന്ന് ഉറപ്പു നൽകുകയും ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിന് കാരണക്കാരായ ആളുകളെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താതെ പ്രതിഷേധത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് BJP പ്രതിഷേധങ്ങളുടെ പിന്നാലെ കോൺഗ്രസ് കൂടി ആ സമരത്തിലെ നേതൃത്വത്തിലേക്ക് വരുന്നത്. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മല്ലികാർജ്ജുന ഖാർഗെയും KC വേണുഗോപാലും VD സതീശനും കേരളത്തിൽ നിന്നുള്ള MPമാരും മന്ത്രിമാരും അടക്കം സമരത്തിന്റെ ഒത്ത നടുക്കേക്ക് ഇറങ്ങി നിന്ന് പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിലേക്ക് ഇറങ്ങി നിന്ന് വലിയ പ്രതിഷേധം നടത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. രാജ്യത്തെമ്പാടും നിന്നുള്ള ആളുകൾ, ഈ വിദ്യാർത്ഥികളുടെ ദയനീയാവസ്ഥ കാണാൻ കഴിയുന്ന മനസ്സാക്ഷിയുള്ള ആളുകൾ, പൗരബോധമുള്ള ആളുകൾ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിലെ ധർണയിൽ ഭാഗമാക്കാണമെന്നാണ് കുറച്ചു മുമ്പ് എക്സിൽ രാഹുൽ ഗാന്ധിയുടെ പോസ്റ്റുണ്ടായത്. ആ ആഹ്വാനം ഏറ്റെടുത്ത് കൂടുതൽ ആളുകൾ അവിടേക്ക് അണിചേരുകയാണെങ്കിൽ ഈ സമരം കൂടുതൽ വ്യാപ്തിയിലേക്ക് എത്തും, കൂടുതൽ വലുതായി തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യും. PR സുനിൽ PR സുനിൽ പ്രതിപക്ഷം ഈ സമരത്തെ ഏറ്റെടുത്തിരിക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രിയങ്ക ഗാന്ധി അടക്കം ആവേശത്തോടു കൂടി മുദ്രാവാക്യം വിളിച്ചു കൊടുക്കുന്ന കാഴ്ച. കോൺഗ്രസ് ഇത്രമേൽ ഗംഭീരമായ ഒരു സമരം രാജ്യതലസ്ഥാനത്ത് ഒരുപക്ഷെ എത്രയോ വർഷങ്ങൾക്ക് ശേഷം ഇതാദ്യം. അത് തീർച്ചയായും കോൺഗ്രസ് നിരവധി സമരങ്ങൾ നടത്തിയിട്ടുണ്ട്, സമര ചരിത്രങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ട്. പക്ഷേ ഇത്തവണത്തെ ഈ സമരം എന്ന് പറയുന്നതിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. രാഷ്ട്രീയ പ്രാധാന്യം എന്നത് തീർച്ചയായും ഇന്ന് ദേശീയ രാഷ്ട്രീയത്തിൽ നിലനിൽക്കുന്ന പ്രത്യേക സാഹചര്യങ്ങൾ തന്നെയാണ്. ഇന്നലെ നമ്മൾ പാർലമെന്റിലേക്ക് കണ്ടത് യുവാക്കളുടെ പ്രതിഷേധമായിരുന്നു. ഇന്ന് പാർലമെന്റ് അംഗങ്ങളുടെ പ്രതിഷേധം പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുമ്പിലേക്ക് എത്തി എന്നുള്ളതാണ്. അത് പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുമ്പിലെ
പ്രധാന ഗേറ്റിന് മുൻപിൽ വരെ എത്തി അവിടെ കുത്തിയിരുന്ന് ഇപ്പോൾ പ്രതിഷേധിക്കുന്നു. മാധു പറഞ്ഞതുപോലെ തന്നെ പ്രിയങ്ക ഗാന്ധി അടക്കം മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊടുത്ത് ആവേശകരമായി കോൺഗ്രസ് ഈ സമരവുമായി മുന്നോട്ട് പോകുന്നു. രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കളുടെ നേതൃത്വത്തിൽ ഈ സമരം മുന്നോട്ട് പോകുമ്പോൾ അതിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റിൽ വരുന്നില്ല, പാർലമെന്റിൽ പ്രധാനമന്ത്രി എത്തുന്നില്ല. ഇപ്പോൾ പ്രധാനമന്ത്രിയോട് ചോദിക്കാനുള്ളത് പ്രധാനമന്ത്രിയുടെ വസതിയിലെത്തി ചോദിക്കാനാണ് വന്നത് എന്ന് ഇപ്പോൾ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾ വിശദീകരിക്കുമ്പോൾ തീർച്ചയായും ഇതൊരു വലിയ രാഷ്ട്രീയ നീക്കമാണ്. ഇന്നത്തെ സമരം, ഇന്നത്തെ ഈ ഒരു പ്രതിഷേധ മാർച്ച് അത് അപ്രതീക്ഷിതമായിരുന്നു, അത് പെട്ടെന്ന് തീരുമാനിച്ചതാണ്. അത് മല്ലികാർജ്ജുൻ ഖാർഗെയുടെ ഇന്നത്തെ പിറന്നാൾ ആഘോഷം കഴിഞ്ഞ ഉടൻ തന്നെ രാഹുൽ ഗാന്ധി പെട്ടെന്ന് തീരുമാനിക്കുകയായിരുന്നു. അങ്ങനെയാണ് അവിടെ നിന്ന് നടന്ന് തൊട്ടടുത്തുള്ള PMOയിലേക്ക് പ്രധാനമന്ത്രിയുടെ 7RCRലെ വസതിയിലേക്ക് എത്തുന്നത്. ലോക് കല്യാൺ മാർഗ് എന്നതാണ് ഇപ്പോഴത്തെ ആ റോഡിന്റെ പേര്. നേരത്തെ 7RCR എന്നതായിരുന്നു, ഇപ്പോൾ അത് ലോക് കല്യാൺ മാർഗാണ്. ആ ലോക് കല്യാൺ മാർഗിലുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിയിലേക്ക് രാഹുൽ ഗാന്ധിയും MP-മാരും കൂട്ടത്തോടെ നടന്നു പോവുകയായിരുന്നു. പിന്നീട് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ അവിടെ കുത്തിയിരിക്കുകയായിരുന്നു. നമ്മൾക്ക് കാണാൻ കഴിയും പ്രധാനമന്ത്രിയുടെ വസതിയിലെ 1-ാം നമ്പർ ഗേറ്റിന് മുന്നിലാണ് ഈ സമരം എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ 12 വർഷമായി കാണാത്ത ഒരു സമരം. ആ സമരം എന്ന നിലയിൽ തന്നെ ഇതിനെ വിലയിരുത്തണം. അതിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യം ആ അർത്ഥത്തിലുണ്ട്. ഇനി ഈ സമരം എങ്ങനെ കോൺഗ്രസ് മുന്നോട്ട് കൊണ്ടുപോകും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ചലോ PM ഓഫീസ് എന്നാണ് ഈ സമരത്തിന്റെ പേര് കോൺഗ്രസ് നൽകിയിരിക്കുന്നത്. ആ സമരം എത്ര നേരം തുടർന്നു പോകും? ഇനി ഈ രാത്രി മുഴുവൻ സമരം മുന്നോട്ട് കൊണ്ടുപോകുമോ? ഇതേ രീതിയിൽ ഈ സമരവുമായി മുന്നോട്ട് പോകുമോ എന്നതൊക്കെ കാത്തിരുന്ന് കാണണം. അല്പസമയം മുമ്പ് പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് രാഹുൽ ഗാന്ധിയുമായി സംസാരിച്ചിരുന്നു. പക്ഷേ വിട്ടുവീഴ്ചയ്ക്ക് രാഹുൽ ഗാന്ധി തയ്യാറായിട്ടില്ല. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം, അതാണ് കോൺഗ്രസിന്റെ ഒന്നാമത്തെ ആവശ്യം. ആ ആവശ്യത്തിൽ തീരുമാനം വേണം എന്നതാണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്.